കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. മലാപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് സംഭവമുണ്ടായത്. വിവരങ്ങൾ രാഹുൽ KV നൽകും. രാഹുൽ, എപ്പോഴാണ് ഈ പൈപ്പ് പൊട്ടിയത്? ശരിയാക്കാൻ കഴിഞ്ഞോ? സംഭവ സ്ഥലത്താണ് നമ്മളുള്ളത്. പുലർച്ചെയാണ് യുദ്ധത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. ഈ റോഡ് നോക്കുക, പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡും തകർന്നിരിക്കുകയാണ്. ഇത് ഫ്ലോറിക്കൻ റോഡാണ്, അതായത് മലാപ്പറമ്പ് കാരപ്പറമ്പ് റോഡാണ്. അവിടെ റോഡിൽ തന്നെയാണ് ഈ വിധത്തിൽ പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. സമീപത്തുള്ള ഈ റോഡിന് ഇരുവശത്തുമുള്ള 3ഓളം വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ചെളിയൊക്കെ അടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു പൈപ്പ് പൊട്ടുകയും വെള്ളം ഇരച്ച് പോവുകയുമാണ്. തുടർന്നുണ്ടായ വലിയ ഗർത്തമാണ് ഈ കാണുന്നത്. ഗതാഗതം പൂർണ്ണമായും തന്നെ ഈ റോഡിൽ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അതായത് കാരപ്പറമ്പ് മലാപ്പറമ്പ് ഈ പോക്കറ്റ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഒപ്പം ഈ വെള്ളം ഇരച്ചെത്തിയതിനെ തുടർന്ന് ഒരു വീടിന്റെ മതിലടക്കം തകരുകയും ചെയ്തിട്ടുണ്ട്. വീടുകൾക്ക് അകത്തേക്ക് വെള്ളം എത്തിയില്ല എന്നാണ് എന്തായാലും വീട്ടുകാർ പറയുന്നത്. പക്ഷേ ചെളിയൊക്കെ തന്നെ ഇങ്ങനെ അടിഞ്ഞു നിൽക്കുകയാണ്. ഒന്ന് വരുവാ, ചെളിയൊക്കെ ഇങ്ങനെ അടിഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയാണ്. ഒപ്പം തന്നെ ഈ ഗേറ്റൊക്കെ ഈ ജാമായി നിൽക്കുന്ന ഒരു സ്ഥിതി കൂടിയാണ്. കാരണം വെള്ളം ഇങ്ങനെ അടിച്ച് കയറിയതിനെ തുടർന്ന് തന്നെയും അപ്പം തന്നെയാണ് ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള വീടിൻ്റെ തൊട്ട് മുറ്റം വരെ, അതായത് മുറ്റം വരെ വെള്ളം ഇരച്ചു കയറുകയും അതുപോലെ അതിനൊപ്പം ചെളിയും ഇരച്ചു കയറിയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. ചേട്ടാ ഒന്ന് വരുമോ? വീടിനകത്തേക്ക് വെള്ളം കയറിയോ? ആ 3 മണിയോട് കൂടിയാ? 3 മണിക്കാ? ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്നാല്? അത് തന്നെയാണ് അദ്ദേഹം പറയുകയാണ്, അവസ്ഥ പറയുകയാണ്. ശബ്ദം കേട്ടതിനെ തുടർന്നാണ് രാവിലെ തന്നെ ഞെട്ടി എഴുന്നേറ്റ് വരുന്നത്. ഏതായാലും വീടുകൾക്കകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നത് വളരെ ആശ്വാസമായി കൂടി അവർ പറയുകയാണ്. ഇന്നും നാളെയും മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിധത്തിൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല, ഒരു പൊട്ടലല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെയുള്ള ആളുകളാണോ? എപ്പോഴാ സംഭവിച്ചേ? അറിയില്ല. ഞങ്ങളിത് കുറച്ച് പുറമുള്ള വീട്ടുകാരാണ്. അങ്ങോട്ടേക്കൊക്കെ വെള്ളം എത്തിയോ? ഇല്ല. ഇതിവിടെ ഇവർക്ക് സ്ഥിരം പരിപാടിയാണ്. വാട്ടർ അതോറിറ്റീൻ്റെ ഓഫീസർ അവർക്ക് സ്ഥിരം പരിപാടിയാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് നന്നാക്കും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ എംസാൻ്റെ ഒക്കെ ഇട്ട് ടൈറ്റ് ആക്കേണ്ടതാണ്. അവർ ചെയ്യൂല. അവർ കല്ലും മണ്ണും കുത്തി നിറച്ചിട്ടിട്ട് പിന്നെ ഇത് പൊട്ടും. ഇത് അതിൻ്റെ രീതിയിൽ അവർ ചെയ്യുന്നേ ഇല്ല. ആ രീതിയിൽ ചെയ്യുന്നില്ല. ഇവർ സ്ഥിരം പരിപാടിയാണ്. ഇവർ പ്രഷർ കൂട്ടി പൊട്ടിക്കുന്ന അത്. ഇതിന് മുൻപ് എപ്പോഴെങ്ങനെ പൊട്ടി? സ്ഥിരം പൊട്ടല. ഇവിടെ ഈ ലൈന് മാത്രമേ ഉള്ളൂ. വേറെ ഇടിയില്ല. അവർക്ക് പൈസ കിട്ടാം. ഇത് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി ഇവർ ചെയ്യുന്ന പണിയാണിത്. ദിവസമുള്ള പരിപാടിയാണ്. ഇത് എത്ര മാസങ്ങളായി? ഇതിപ്പം ധാറ് ചെയ്തത് അപ്പം അടുത്ത് പിന്നെയും പൊട്ടി. ചൂട് കുത്തിപ്പൊളിച്ച് പൈപ്പിട്ടാണോ? ഇത് പൊളിക്കുക. ഇത് ശരിക്കും അതിൻ്റെ രീതിയിൽ അവർ ചെയ്യുന്നില്ല. തീരെ ചെയ്യില്ല. ഇത് എംസാൻ്റെ ഇട്ട് ടൈറ്റാക്കി ചെയ്യേണ്ട സംഗതികളാണ്. അതൊന്നും ചെയ്യില്ല. ഇത് കല്ലും മണ്ണും കുത്തി നിറച്ചിട്ടിട്ട് അവരങ്ങോട്ട് പോകും. പിന്നെ ഇവിടെയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടും. ഇവിടെയല്ല, ഇവിടുന്ന് ആ തല വരെ പൊട്ടിക്കും. ഇത് പൊട്ടിയാൽ നാളെ അപ്പുറം പൊട്ടും. ഇത് നന്നാക്കി ഇത് തന്നെയാണ് പരിപാടി. ഇതിപ്പോൾ ധാറ് പടുത്ത് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ പതിവായി ഇവിടെ ചെറുതും വലുതും ഒക്കെയായി പൊട്ടൽ ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ഇതിലെ പോകാൻ വേണ്ടി എത്തിയായിരിക്കും അല്ലേ? അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ പൊട്ടുന്നുണ്ട്. ഇതിന്റെ കുറച്ച് മുമ്പ് ഇതാ ഒരു 4-5 പ്രാവശ്യമായിട്ട് ഇവിടെ ഈ ഇത് ആട്ടാറ് ഇത് കാണുന്നില്ലേ, അത് സ്ഥിരമായിട്ട് പൊട്ടുന്നു. ഇവിടുന്ന് അങ്ങോട്ടാണ് സ്ഥിരമായിട്ട് പൊട്ടുന്നത്. ഇത് ശരിക്കും വേറെ ലൈൻ ഉയർന്ന സ്ഥലം കൂടിയല്ലേ? ഇത് താഴ്ന്ന സ്ഥലമാണ്. ഇത് ശരിക്കും വേറെ ലൈൻ ഇട്ടിക്കുന്നൊക്കെ അവർ പറയുന്നിട്ട് അതിൽ മാറ്റി കൊടുക്കാനുള്ളതാണ്. ഇത് എത്രയോ പ്രാവശ്യം ഇതിങ്ങനെ മാറ്റി കൊടുക്കാതെ വെച്ചിരിക്കുകയാണോ? എന്താ വീട്ടിലേക്ക് വെള്ളം എത്തേണ്ടത് ഈ പൈപ്പിൽ, ഈ ലൈൻ തന്നെയാണോ? അതെ. 2 ദിവസത്തേക്ക് വിതരണം ഉണ്ടാവില്ല. അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സാധനമാണ്. വാട്ടർ അതോറിറ്റിയുടെ ഗുരുതരമായ അനാസ്ഥയാണ് ഈ ലൈൻ ഇങ്ങനെ പൊട്ടാൻ കാരണമെന്ന് നാട്ടുകാർ തന്നെ പരാതിപ്പെടുകയാണ്.
ചേട്ടാ, നിങ്ങളെ വീട്ടിലേക്കൊക്കെ ഇവിടെ തന്നെയാണോ, ഈ ലൈനിലാണോ വെള്ളം വരണ്ടേ? ഞാൻ ആ സൈഡിലാണ് താമസം. പക്ഷേ എങ്കിലും ഇത് കാരപ്പറമ്പ് ഈസ്റ്റിൽ ആ ഭാഗങ്ങളിലേക്ക് വെസ്റ്റിലേക്ക് വരെ പോകുന്ന ലൈന് ഇതാണ് മെയിൻ ലൈൻ. ഇതിപ്പോൾ സ്ഥിരം പരിപാടി അവിടെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊന്നുമല്ല. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ആ സമയത്ത് ചെറിയൊരു മെയിൻ്റനൻസ് ചെയ്യും. അതിനുശേഷം യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കളിയാണിത്. റോഡ് പൂർണ്ണമായും പോയി, വെള്ളവും മുടങ്ങിയല്ലോ. പൂർണ്ണം മാറാനല്ല, പല വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറിയില്ലേ. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇത്. പറയുമ്പോൾ ഇടക്കിടക്ക് പൊട്ടുന്നുണ്ടോ? പല സമയം ഇതിപ്പം എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പേ, ഒരു മാസം ടാറിട്ട് പൊട്ടിയിട്ട് ഇവിടെ ക്ലിയർ ചെയ്താ. പൊട്ടിയ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു ഏരിയയാണ് സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്നത്. ഏതായാലും ഇവിടെ സ്ഥിരമായി ഈ വിധത്തിൽ ചെറുതും വലുതുമായി പൊട്ടൽ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അയൽവക്കത്ത് താമസിക്കുന്ന ആളുകളൊക്കെയാണ്. 100-ലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു ലൈനാണ്. ഏതായാലും 2 ദിവസത്തേക്ക് പ്രദേശത്ത് കുടിവെള്ള വിതരണം ഉണ്ടാകില്ല, മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു പൊതുസ്ഥിതി വന്നു കഴിഞ്ഞാൽ വീടുകൾക്ക് മുൻപിലേക്ക് മുറ്റത്തൊക്കെയായി വലിയ അളവിൽ ചെളി ഇങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുകയാണ്. വെള്ളം ഇരച്ചു കയറിയും പിന്നീട് വെള്ളം ഇറങ്ങി പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറം തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ തകർന്ന് നിൽക്കുന്നത്. നമ്മൾ ആ ഗർത്തം ഓൾറെഡി ഒരു തവണ കാണിച്ചതാണ്. അതിനിപ്പുറത്തൊക്കെയായി തന്നെയായി എപ്പോൾ വേണമെങ്കിലും തകരാം എന്ന അവസ്ഥയിലാണ് റോഡുള്ളത്. ഇത് പരിഹരിക്കുന്നതിന്, ശാശ്വതമായി പരിഹരിക്കുന്നതിന് അടിയന്തരമായ ഇടപെടൽ വേണമെന്ന നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. കാരണം ഇങ്ങനെ പലതവണയായി പൊട്ടുന്നൊരവസ്ഥയാണ്. ഒരു മാസം മുൻപും പൊട്ടി, അതിനു മുൻപും പൊട്ടി എന്ന് നാട്ടുകാർ തന്നെ പറയുകയാണ്. പക്ഷേ ഈ പ്രശ്നം, ഇവിടെ ഉണ്ടാകുന്ന ഈ സ്ഥിരം പൊട്ടും അതുപോലെ ഈ റോഡ് തകരുന്നതുമൊക്കെയുള്ള പരിഹരിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ രീതിയിൽ വാട്ടർ അതോറിറ്റി ഒന്നും തന്നെ ചെയ്തില്ല എന്നൊരു പരാതിയാണ് ഏതായാലും നാട്ടുകാർക്കുള്ളത്. ഈ കുടിവെള്ള പൈപ്പ് പൊട്ടി വലിയ അളവിൽ തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. റോഡൊക്കെ ഇടിഞ്ഞ് താഴ്ന്ന നിലയിലാണല്ലോ രാഹുൽ കാണുന്നത്. അത് തന്നെയാണ് ഒരു വെള്ളം, അതായത് നിരവധി സ്ഥലങ്ങളിലേക്ക്, നിരവധി ആളുകൾക്ക്, വീടുകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന ഒരു പൈപ്പ് പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥ. അതായത് പ്രളയസമാനമായ രീതിയിലാണ് ഈ വീടുകളുടെ വളപ്പിലേക്ക് വെള്ളം ഇരച്ച് എത്തിയതെന്നതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് കാണുന്ന ഈ വീടിൻ്റെ സൈഡിൽ തന്നെയായി ചെറിയൊരു മതിൽ കൂടിയുണ്ട്. ആ മതിൽ ഈ വെള്ളം എത്തിയതിനെ തുടർന്ന് ഇടിഞ്ഞു വീണതാണ് എന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ തന്നെ വീട്ടിലേക്കുള്ള ഈ ഗേറ്റ് ജാമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്കും അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാനും കഴിയുന്നില്ല. കയറട്ടെ. ഏതായാലും അങ്ങനെ വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ റോഡിന്റെ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടും കൂടി ഉണ്ടാകും. എന്തൊക്കെയാ സംഭവിച്ചേ? വീട്ടിനകത്തേക്ക് കയറിയ വെള്ളം അകത്ത് കയറിയില്ല. ഒച്ച കേട്ടിട്ട് ഒരു മോൻ്റെ ഭാര്യ ജനാലിൽ കൊണ്ട് നോക്കി എന്താ അച്ഛന്നുള്ള, അപ്പോഴാണ് വെള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ നീച്ച് അപ്പം നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഒന്നായിട്ട് വെള്ളം ചാടുകയാണ്. ആ വീട്ടിലുണ്ട്, ഈ ഓരോ വീട്ടിൽ എല്ലായിടത്തും വെള്ളം ഒന്നായിട്ട് ഇങ്ങനെ കുടുങ്ങി. മഴക്കാലത്ത് വെള്ളം കയറുന്നവരങ്ങ് വന്നല്ലേ? അപ്പം ഞങ്ങൾ തന്നെയാണ് ഇവരെയൊക്കെ വിളിച്ച് അറിയിച്ചത്. ആ വീട്ടുകാർ ഫോൺ ചെയ്ത് അറിയിച്ച് ഇങ്ങനെ വെള്ളം കയറിയത്. അപ്പോൾ ഓരെയും വിളിച്ച്, അപ്പം എല്ലാവരും നീച്ച് വന്ന് ഒക്കെ നോക്കി. അപ്പം പിന്നെ പാൽ സർവീസുകാർ വന്ന് അപ്പോൾ രണ്ടാമക്കാർ സംഭവം നടന്ന്. അപ്പോൾ പിന്നെ ഒരുപാട് സർവീസിൽ വന്നതൊക്കെ ആക്കി ലൈന് പൂട്ടിയാന്ന് തോന്നുന്നു. അതിന് പൂട്ടിയാരെ പിന്നെ അവർ പോവുകയും ചെയ്ത്. സ്ഥിരം പ്രശ്നമാണോ? എനിക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ട് കിടക്കുകയൊക്കെ വയ്യാത്തതാണ്. 2 ആളും വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇടയ്ക്ക് അതിൻ്റെ മുന്നേ ഞാൻ എണീച്ചു 2:30 ഒന്നും എണീച്ചപ്പോൾ ഇല്ല. പിന്നെ 2:45 കഴിഞ്ഞപ്പോഴാണ് മോനും ഒറ്റയിട്ടിട്ട് മോളിൽ നിന്ന് വന്നത്. അന്നപ്പോഴാണ് ഇവിടെ ഇതുവരെ എത്തിപ്പോയിട്ടുണ്ട് വെള്ളം. ബാക്കിൽ കിണറിൻ്റെ പകുതി, കിണറൊക്കെ ഏകദേശം നിറയാനുള്ളതിൽ വെള്ളം നിൽക്കുന്നത്. കിണറിൽ കയറിയില്ല, പകുതിയിൽ മേലെ നിറയാനായിട്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മതിലും വീണ് ആക്കൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വയ്യാണ്ട് കിടക്കുന്നവരാണ്. ഞാനും ഇവരൊക്കെ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത്. മോനും മോളാണ് മോളിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒച്ച ഇട്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ വിളിച്ചത്. പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തോ ഭാഗ്യത്തിന് കയറിയില്ല. ശരി, അതുവരെ എത്തിയത്.
പിന്നെ ബാക്കിലാണ് കിണറിൻ്റെ അങ്ങോട്ട് അത് മതിൽ പൊട്ടിയപ്പം പിന്നെ പെട്ടെന്ന് ഒരു മുറ്റത്തേക്കും അങ്ങോട്ട് എടുത്തല്ല. പിന്നെ ഞങ്ങൾ വരെയൊക്കെ വേഗം ഫോൺ ചെയ്ത് വിളിച്ച് എന്താണെന്ന് ആരും അറിഞ്ഞിട്ടില്ല ഇനിയല്ല. അപ്പം ഫോൺ ചെയ്തപ്പോൾ എല്ലാവരും എണീച്ച് വന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചേ? ആ ആ ഞങ്ങളാണ് ആദ്യം ഓരോ അറിഞ്ഞു, ഓരോ ഞങ്ങളെ വിളിച്ചത്. ഏട്ടൻ്റെ വീടാണ് ഓരോ എല്ലാം കൂടെ. ഏതായാലും ഈ വീടിന്റെ ഈ സ്റ്റെപ്പ് വരെ ഇങ്ങനെ ചെളി അടിഞ്ഞു നിൽക്കുകയാണ്. വീടിന്റെ മുകളിലേക്ക് അകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നത് സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് വളരെ ആശ്വാസം തന്നെയാണ്. ഏതായാലും വലിയ ശബ്ദം കേട്ടാണ് ആ വീടിന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത്. രണ്ടാം നിലയിൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവരുടെ മകൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ട് താഴെ വന്ന സമയത്താണ് വെള്ളം ഇരച്ചു കയറുന്നത് കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മതിലാണ്, കല്ലുകൊണ്ട് നിർമ്മിച്ച മതിലാണ്. ഏതായാലും ഈ വെള്ളം ഇരച്ചെത്തി ആ ശക്തിയിൽ തകരുമൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശം കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കുന്നത്. വലിയ അളവിൽ തന്നെയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകിയിരിക്കുന്നത്. വീടുകളിലെ മുറ്റത്തൊക്കെ ചെളി വന്നടിഞ്ഞതും റോഡ് ഇടിഞ്ഞു താഴ്ന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പ്രദേശത്ത് 2 ദിവസത്തേക്ക് ഇനി കുടിവെള്ള വിതരണം മുടങ്ങും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇത് നിരവധി തവണ അവിടെ പൈപ്പ് പൊട്ടിയിട്ടും കൃത്യമായ ശ്രദ്ധയുണ്ടായിട്ടില്ല, അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. രാഹുൽ KV യാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.